ഹലോ ഗൈസ്, ഞങ്ങളിന്ന് നമ്മുടെ നാട്ടിലുള്ള ഭയങ്കര എന്താ പറയുക എല്ലാവരും പോയി കണ്ടൊരു മ്യൂസിയമാണ്. അത് ഞങ്ങളിന്ന് കാണാൻ പോവുകയാണ്. ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള മ്യൂസിയം. എൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 15 മിനിറ്റ് നടത്താം, അത്രയേ ഉണ്ടാവുള്ളൂ. നമ്മൾ വണ്ടിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് അത്രയേ ഉള്ളൂ. പക്ഷേ ഇത്രയും കാലമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത് കഴിഞ്ഞ വർഷം 2023 ഒക്ടോബറിലാണ് ഇത് മോഡിഫൈ ചെയ്തെടുക്കുന്നത്. പണ്ട് എൻ്റെ ഒരു അമ്മയൊക്കെ പറഞ്ഞൊരു അറിവ് വെച്ചിട്ട് ഇതൊരു ജയിലായിരുന്നു, പണ്ടത്തെ ഒരു ജയിലായിരുന്നു. ഇതാണ് ഇപ്പോൾ അത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിയം ആക്കി മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ പല പല കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ വിചാരിച്ചു, ഈശ്വര, ഇത്രയും ചരിത്രപ്രധാനമായിട്ടുള്ളൊരു നാട്ടിൽ ജനിച്ച് വളർന്നിട്ട് ഇതൊന്നും അടുത്തറിയാനോ പോയി കാണാനോ ഇതുവരെ സാധിച്ചില്ല. ഇത് എന്തോ ഒരു ദുർലഭ നിമിഷത്തിൽ അനിയത്തിയും അനിയനൊക്കെ കൂടി ഞങ്ങൾ 3 പേരും കൂടി പോയതാണ്. പക്ഷെ പോയിട്ടില്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു മിസ്സായി പോയതെന്ന് എനിക്കത് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ വായിക്കാനും അറിയാനും എന്താ പറയുക കാണാനും ഉണ്ടായിരുന്നു. ഇതിൻ്റെ നടുവിലൊരു സംഭവം ഉണ്ട് കേട്ടോ, നടുമുറ്റത്തായിട്ട്. അതെന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലാക്കുന്നത്. അത് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണോ അതോ ഉള്ള സാധനം തന്നെ നന്നാക്കി എടുത്തതാണോ എന്ന് അറിയില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ജയിലാണ്. ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ജയിലൊക്കെ അടുത്ത കാണാൻ പറ്റുന്നത്. ഇതൊക്കെ അവർ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ, ഫാൻ, ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ ഓരോ ജയിലിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു തീവണ്ടി ഉണ്ട്. ഈ തീവണ്ടി എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ വാഗൺ ട്രാജഡി നടന്ന തീവണ്ടിയാണ് അവർ മോഡൽ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത് ഒക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ വായിക്കാനും കാണാനും ഒക്കെ ഉണ്ട്. പിന്നെ ആ ബീരങ്കിയുടെ ഉണ്ട് കേട്ടോ, പണ്ട് കാലത്ത് യൂസ് ചെയ്ത സെയിം സാധനമാണ് അതവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് ചട്ടി, കലം, പിന്നെ നമ്മൾ ഇട്ടിരി ചേട്ടുമ്പോൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു. വളരെ ഒരു ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നത്. പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, പിന്നെ പണ്ട് കാലത്തെ ആഭരണങ്ങൾ, മറ്റേ ബ്ലാക്ക് മെറ്റലുള്ള ആഭരണങ്ങളില്ല, അത് പണ്ട് കാലത്ത് യൂസ് ചെയ്ത സംഭവമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. കണ്ടോ, ഇതാണ് ബ്ലാക്ക് മെറ്റലിൽ യൂസ് ചെയ്ത സാധനങ്ങൾ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര യുണീക്കായിട്ടുള്ള കളക്ഷനായിരുന്നു അവിടെ കണ്ടത്. ഇങ്ങനെ 3 നെക്ലേസ് ആയിരുന്നു അവിടെ. തിരൂരങ്ങാടിയുടെ ചരിത്രമാണ് സത്യം പറഞ്ഞാൽ ഇത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മോഡല്, ജയില്, നടുമുറ്റം. നല്ലൊരു എന്താ പറയുക, ഞങ്ങൾ പോയ ടൈമിൽ അവിടെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് ചുറ്റി കാണാനും ഒരുപാട് ടൈം എടുക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ ഫുൾ വായിച്ചെടുക്കണം. നമ്മൾ വായിച്ചൊന്നും തീർത്തില്ല. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ പുറത്തും എന്ന് വെച്ചാൽ ബിൽഡിങ്ങിന് പുറത്ത് ഭയങ്കരമായിട്ടുള്ളൊരു സെറ്റപ്പ് അവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വരാന്തകളാണെന്നുണ്ടെങ്കിലും മുറ്റാണെന്നുണ്ടെങ്കിലും നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ അവരത് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ജ്ഞാനപ്പാനേൻ്റെ കുറേ പേപ്പേഴ്സ്, കാര്യങ്ങൾ, പ്രിൻ്റ് ഔട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇത് തിരൂരങ്ങാടിയുള്ള ആരെങ്കിലും ഇതുവരെ പോയി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണണം. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മുറ്റത്ത് തന്നെയായിട്ട് 2 മെയിനായിട്ടുള്ള, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഏതോ 2 സായിപ്പിൻ്റെ പേര് പറഞ്ഞു. അവരുടെ 2 പേരുടെയും ശവകുടീരമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്